ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ദാ രാവിലെ തന്നെ ഇന്ന് ദോശയാണ് കേട്ടോ. മസാല ദോശയാണ്. മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. തലേദിവസം അരച്ച് വെച്ചതാണ്. മക്കൾക്കുള്ള സോയാബീൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചട്നി ഉണ്ടാക്കാനാണ് ഇന്ന് പോകുന്നത്. ഇന്ന് സ്പെഷ്യൽ ചട്നിയാണ് കേട്ടോ. ഒരു ടൊമാറ്റോ, ഒരു സവാള, ഒരു പച്ചമുളക്, പിന്നെ കുറച്ചൊരു ടീസ്പൂണത്തെ ഉഴുന്നെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് സാധാരണ എന്താ പറയുക, ഞാൻ കുറച്ച് സുർക്കു കൂട്ടി കൊടുക്കും. ഇത് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നല്ല ഓവറായിട്ട് വാടും വേണ്ട, ചെറിയതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. നല്ല ഓവറായിട്ട് വെന്ത് പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്നിക്ക് കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഉഴുന്നിട്ടിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഓവർ വെന്ത് പോവാതെ നോക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ, സവാള, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ വെച്ച തേങ്ങയും കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ വാട്ടിയെടുത്ത് ഞാൻ കുറച്ച് പാകത്തിനുള്ള സുർക്ക ഈ ചട്ടി തന്നെ ഒഴിച്ച് പാർന്നിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കാൻ കേട്ടോ. നന്നതായിട്ട് ചെറുതായി നമ്മൾ തേങ്ങ അരക്കണ രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്കിത് ദോശയൊക്കെ കഴിക്കാൻ. ഞാൻ പിന്നെയും മക്കൾക്ക് എപ്പോഴും ഈ ദോശ ചൂടാണെങ്കിൽ ഏത് ഓട്ടാടായിക്കോട്ടെ എന്തൊക്കെ ഈ ഒരു ചട്നി വേണം. അപ്പോൾ ഇതാ ഞാൻ മാവ് അരച്ച് വെച്ച മാവിൽ കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുണ്ട്. ഇതാ ചട്ടിക്ക് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മക്കൾക്ക്, ചിലർക്ക് വലിയ ദോശ ആക്കണം, ചിലർക്ക് ചെറിയ ദോശ ആക്കണം. അപ്പോൾ ഞാൻ ചെറിയ ബ്രൈഫാനാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വലിയ ബ്രൈഫാൻ വെച്ചിരുമ്പോൾ ചൂട് പിടിച്ച് വരുമ്പോൾ സമയം നോക്കണ്ട, ചൂടായി വരാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതാ ഞാനിത് ഫസ്റ്റ് തന്നെ കൊളായിട്ടാ പറഞ്ഞപ്പോൾ എൻ്റെ മിസ്റ്റേക്കാണ്. ഒരു കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ടാട്ടോ ഇങ്ങനെ ആയി വന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവറോ ആണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലും ടേസ്റ്റ് ചെയ്യിക്കാരം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അവർക്ക് എടുക്കാൻ. കാരണം നമ്മൾ അപ്പോഴക്കപ്പം ചുടുന്ന ഒരു ദോശ ആയതുകൊണ്ട് കുട്ടികൾക്ക് ചൂടോടുക്ക് കഴിക്കണം, നീരിച്ചിലോട് കൂടെ കഴിക്കണം. അതിനാണ് ഈ ഒരു ദോശക്കുള്ള ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ തന്നെ. പിന്നെ നൂനുക്ക് ചെറിയൊരു ദോശ വേണമെന്ന് പറഞ്ഞിട്ട് ചെറുതാക്കി ഒന്ന് പാർന്ന, പക്ഷേ വലുതായി പോയിട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഈ ചട്നി കൂട്ടി കഴിക്കാനും അതിയായ ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫുള്ളായിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം കേട്ടോ, കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇൻഷാല്ലാ എടുത്തിട്ട് അയച്ച് തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അടിപൊളി ടേസ്റ്റാണ് ഈ ദോശ. നിങ്ങൾ കഴിക്കണം. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു ദോശയാണ്. ആഴ്ചയിൽ 2-3 തവണ ഒക്കെ ഉണ്ടാക്കലുണ്ട്. ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കി വരുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു മടുപ്പായി വന്നിട്ടുണ്ട്. കാരണം നമ്മളിത് എപ്പോഴും കഴിക്കുമ്പോൾ ഒരു മടുപ്പാണല്ലോ. അപ്പോൾ ഈ ദോശൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ന്യൂനൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ. ന്യൂന് ചട്നി ഇല്ലാതെ തന്നെ ഈ ദോശ കഴിക്കും. ഉമ്മക്ക് ആണെന്നുണ്ടെങ്കിൽ ചട്നി വേണ്ട, സാധാ ഈ ദോശ മാത്രം മതി. ഒരു 3-4 ദോശ ഉമ്മ എടുത്തിട്ട് കഴിക്കും. അങ്ങനെയാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. അസ്സലാമു അലൈക്കും.